ഇന്ന് റെസ്ക്യൂ ചെയ്ത ജീവിയാണ് ഈനാമ്പേച്ചി. ഇത് നമ്മുടെ വനം വകുപ്പിന് കീഴിൽ ഷെഡ്യൂൾ 1 കിടക്കുന്ന ഒരു ജീവിയാണ്. സംരക്ഷണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഈ ഈനാമ്പേച്ചികൾ ഉൾപ്പെടുന്നത്. IUC എന്നതിൻ്റെ റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ടതാണിവ. രാത്രികാലങ്ങളാണ് ഈനാമ്പേച്ചികൾ സജീവമാവുക. വളരെ മെല്ലെയാണ് ഇവർ സഞ്ചരിക്കുകയെന്നും ഇവരുടെ ഭക്ഷണം എന്നുള്ളത് ഉറുമ്പുകളും ചിതലുകളൊക്കെയാണ് പ്രധാനപ്പെട്ട ആഹാരം. ഇവരുടെ പേര് ഈനാമ്പേച്ചി, ഉറുമ്പ് തീനി, അളുങ്ക് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞൊരു പതിറ്റാണ്ടിൽ 10 ലക്ഷത്തിലേറെ ഈനാമ്പേച്ചികൾ മാഫിയകളുടെ ദുഷ്ടപ്രവൃത്തിയുടെ ഫലമായി കൊല്ലപ്പെട്ടു എന്ന് കണക്കുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്ന 8 ഇനം ഈനാമ്പേച്ചികളിൽ എല്ലാം തന്നെ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഏഷ്യയിലും ആഫ്രിക്കയിലും മാത്രം കാണുന്ന ഉറുമ്പ് തീനി എന്നും അളുങ്ക് എന്നും അറിയപ്പെടുന്ന ഈ ദക്ഷിണേന്ത്യൻ കാടുകളിൽ ഒട്ടേറെ കണ്ടുവരുന്ന പല്ലില്ലാത്ത ജീവിയായതിനാൽ നാക്കുപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. നീറെന്നറിയപ്പെടുന്ന പുളിയുറുമ്പാണ് ഇഷ്ടഭക്ഷണം. കുഴിയുണ്ടാക്കി ഭൂനിരപ്പിൽ നിന്നും 4 അടി മുതൽ 8 അടി വരെ ആഴത്തിലാണ് ഈനാമ്പേച്ചി താമസിക്കുന്നത്. ഈ ഈനാമ്പേച്ചികൾ രാത്രി സഞ്ചാരിയാണ്. ശരിക്കും ഇര തേടി ഇറങ്ങുക അപ്പോഴാണ്. ശത്രുക്കൾ ആക്രമിക്കുമ്പോഴോ അതിനെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാലോ പ്രതിരോധത്തിനായിട്ട് ഇവ ചുരുണ്ടുകൂടാറാണ് പതിവ്. ഇന്ത്യൻ പാങ്കലിൻ എന്നറിയപ്പെടുന്ന ഉറുമ്പ് തീനി, ആർമഡില്ലോ തുടങ്ങിയ ജീവികളുമായി ഇവക്ക് അകാരപരമായ സാമ്യമുണ്ടെങ്കിലും കീരിയാണ് ഇവയുടെ അടുത്ത ജനിതക ബന്ധം പുലർത്തുന്ന ഒരു ജീവി എന്നുള്ളത്. കാഴ്ചശക്തി കുറഞ്ഞ ഈ ജീവികൾക്ക് കേൾവി ശക്തിയും മണം പിടിക്കാനുള്ള കഴിവും അപാരമായി ഉണ്ട്. ശരീരം മൊത്തം മൂടുന്ന ശിൽക്കങ്ങൾ ഉള്ള ഒരേ ഒരു സസ്തനിയാണ് ഈനാമ്പേച്ചി. ഇവിടെയൊക്കെ മാംസവും ശിൽക്കങ്ങളൊക്കെ ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ ഉള്ള പ്രചരണം, അത് അന്ധവിശ്വാസം, ഫലപ്രാപ്തി ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നുള്ളതല്ല. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ശരിക്കും ഇതിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈനാമ്പേച്ചിക്ക് കോഴിക്കോട് ജില്ലാ കൂട്ട് എന്നാണ് പറയേണ്ടത്. നിലവിൽ അത് ആ ജില്ലയുടെ ഔദ്യോഗിക ജീവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടേനെ. അതുകൊണ്ട് അത് കോഴിക്കോട്ടുകാരുടെ ജില്ലാ ജീവിയായി പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഈനാമ്പേച്ചിക്ക് കൂട്ട് കോഴിക്കോട് എന്ന് പറയാം. നിലവിൽ അത്ര സംരക്ഷണം കൊടുക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെ സുരക്ഷിതമായിട്ട് നമ്മൾ വാഴാനി ഫോറസ്റ്റിനുള്ളിലേക്ക് തുറന്നു വിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തു തന്നെയായാലും ഇത്തരം ജീവികളെ സംരക്ഷിക്കാനുള്ള പൊതുജനങ്ങളുടെ മനസ്സ് പ്രശംസനീയമാണ്. തുടരട്ടെ ഇനിയും.